ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 4ാം ക്ലാസ് മസാഇലുൽ ഫിഖ്ഹിലെ ദർസ് സാബി 7ാമത്തെ പാഠവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദ്കുറുല്ലാ. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ്? ഈ പാഠത്തിൽ നമ്മളെ നിസ്കാരത്തിൽ നമ്മൾ ഓരോ പ്രവൃത്തിയിലും ദിക്റുകളുണ്ട്. അള്ളാഹു താലയുമായി മുനാജാത്താണ് നിസ്കാരം. അള്ളാഹു താലയുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം. നിസ്കാരത്തിൽ പറയുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം. വളരെ ഭംഗിയായിട്ടുണ്ട്. ചാർട്ട് തയ്യാറാക്കിയവരെ ഉസ്താദ് അഭിനന്ദിച്ചു. ബാറക്കല്ലാഹു ലക്കും. അഭിനന്ദിക്കുന്നതിന് അറബിയിൽ പറയുന്ന വേർഡ്സ് എന്ത്? എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ്? ബാറക്കല്ലാഹു ലക്കും. മനസ്സിലാക്കാം. എല്ലാവരും ചാർട്ടുകളിലേക്ക് നോക്കി. അപ്പോൾ ആദ്യം ദുആഉൽ ഇഫ്തിതാഹിന്റെ ചാർട്ടാണ് എഴുതിയത്. അപ്പോൾ എന്താണ് ഇവിടെ? വജ്ജഹത്തു വജ്ഹിയ. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളാണ് ഓരോന്നും ബോക്സ് പറയുന്നത്. അപ്പോൾ ഇത് നന്നായി പഠിക്കാം. എക്സാമിന് മാച്ച് ചെയ്യാൻ വരും. പിന്നെ ഹനീഫൻ മുസ്ലിമൻ എന്നതിൻ്റെ അർത്ഥം എന്ത്, സാര എന്ത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് ഓരോന്നിൻ്റെ അർത്ഥങ്ങളും നന്നായി മനസ്സിലാക്കി പഠിക്കുക. വജ്ജഹത്തു വജ്ഹിയ, എൻ്റെ ശരീരം ഞാൻ മുന്നിരിപ്പിച്ചിരിക്കുന്നു. ലില്ലദീ ഫത്ര സമാവാതി വല്ലർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു തആലയിലേക്ക്. ഹനീഫൻ മുസ്ലിമൻ, ഞാൻ നേർമാർഗത്തിലുള്ള മുസ്ലിമാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തി വനുസുക്കി, നിശ്ചയം എൻ്റെ നിസ്കാരവും മറ്റ് ആരാധനകളും. വമഹിയായ വമ്മാത്തി, എൻ്റെ ജീവിതവും മരണവുമെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹു തആലാക്കാണ്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കാം. ഇനി ബാക്കി നോക്കാം. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. അബിദാലിക ഉമിർത്തു, അതുകൊണ്ട് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വാന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. വാന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. ദിക്റു റുക്കൂ, റുക്കൂയിലെ ദിക്ർ എന്താണ്? സുബ്ഹാന റബ്ബിയൽ അലീം, മഹോന്നതനായ എൻ്റെ രക്ഷിതാവിനെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിഹി, അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു. എഴുത്തിദാലിലേക്ക് ഉയരുന്നു. സമിഅല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു തആല സ്തുതിച്ചവരുടെ സ്തുതി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ റുക്കോയിൽ നിന്ന് എഴുത്തിദാലിലേക്ക് ഉയരുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥമാണ്. അർത്ഥം മനസ്സിലാക്കി നമുക്ക് നിസ്കരിക്കാം. മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അടുത്ത എന്താണ്? ദിക്ർ എഴുത്തിദാൽ. എഴുത്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു, ഞങ്ങളുടെ റബ്ബേ നിനക്കാണ് എല്ലാ സ്തുതികളും. മിൽ അസ് സമാവാത്തി വമിൽ അൽ അർളി, ആകാശങ്ങളും ഭൂമിയും നിറയെ. വമിൽ അമാശിഅത മിൻ ഷൈഇൻ ബഅദ്, അവക്കു പുറമെ നീ ഉദ്ദേശിക്കുന്ന എല്ലാം നിറയെ. അല്ലാഹുവേ, എല്ലാ സ്തുതികളും നിനക്കാണ്. ആകാശഭൂമിയും നിറയെ, അവക്കു പുറമെ നീ ഉദ്ദേശിക്കുന്ന എല്ലാം നിറയെ. മനസ്സിലാക്കുക. ദിക്റു സുജൂദ് എന്താണ്? സുബ്ഹാന റബ്ബിയൽ അഅല, പരമോന്നതനായ എൻ്റെ രക്ഷിതാവിനെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിഹി, അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു. വബിഹംദി, അവനെ സ്തുതിച്ചു എന്നതിൻ്റെ അറബി എന്തെന്ന് വന്നിട്ടുണ്ട്. അപ്പം എന്താ? വബിഹംദിഹി, അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു. വബിഹംദി. മനസ്സിലാക്കുക. ദിക്റു ജുലുസി ബൈന സജദതൈൻ, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ എന്താണ്? റബ്ബി ഉഫിർലി, റബ്ബേ എൻ്റെ പാപങ്ങൾ പൊറുക്കേണമേ. വർഹംനി, എനിക്ക് കരുണ ചെയ്യണമേ. വജ്ബുർനി, എന്നെ എൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു തരേണമേ. വർഫൈനി, എന്നെ ഉയർന്ന പദവിയിൽ എത്തിക്കണമേ. വർസുഖിനി, എനിക്ക് വേണ്ടതെല്ലാം നൽകണമേ. വഹദിനി, എന്നെ നേർമാർഗത്തിലാക്കണമേ. വാഫിനി, എൻ്റെ ആരോഗ്യം നിലനിർത്തണമേ. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, അല്ലാഹു തആലാക്ക് നിങ്ങൾ ധാരാളം ദിക്റ് ചൊല്ലുക. അപ്പോൾ അതിൽ പറഞ്ഞ ഓരോ അർത്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മുന്നിടിപ്പിച്ചു, നേർമാർഗം, മുശ്രിക്കുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ദഫ്തർ ത്വാലിബ് നോക്കിയിട്ട് ഇതിൻ്റെ വർക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ വർക്ക് ബുക്കിൽ നമ്മളിപ്പോൾ പറഞ്ഞത് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചോദ്യം വന്നത്. ഇതേപോലെ എക്സാമിന് വരാം. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. വജ്ജഹത്തു വജ്ഹിയ, എന്താണ്? എൻ്റെ ശരീരം ഞാൻ മുന്നിടിപ്പിച്ചിരിക്കുന്നു.
അപ്പം അതിൻ്റെ ഈ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്ത ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള്, എന്താണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു തആലയിലേക്ക്. അപ്പം അതിൻ്റെ നമുക്ക് അതിൻ്റെ നേരെ എഴുതാം. ഹനീഫൻ മുസ്ലിമൻ, ഹനീഫൻ മുസ്ലിമൻ, ഞാൻ നേർമാർഗത്തിലുള്ള മുസ്ലിമാണ്. ഡി. ഒമാ അന മിനൽ മുശ്രിക്കീൻ, എന്താണ്? ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല. അപ്പം അതിൻ്റെ സി. ഇന്ന സ്വലാത്തി വനുസ്കി, നിശ്ചയം എൻ്റെ നിസ്കാരവും മറ്റു ആരാധനകളും. അപ്പം അതിൻ്റെ ബി എഴുതി കൊടുക്കാം. അപ്പം ഇതേ രീതിയിൽ എക്സാമിന് വരാറുണ്ട്, മനസ്സിലാക്കി പഠിക്കുക. അപ്പം അതല്ലാതെ തന്നെ ഇത് വേറെ രീതി മാച്ച് ചെയ്യാൻ വരും. എങ്ങനെ? വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി ഇപ്പുറം തരും, മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ബാക്കി നമുക്ക് പഠിച്ചവർക്ക് അതിൻ്റെ ബാക്കി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ അത് വജ്ജഹത്ത് നന്നായി മനസ്സിലാക്കി പഠിക്കട്ടെ. അതിൻ്റെ കൂടെ അർത്ഥം മാത്രമല്ല വജ്ജഹത്തു മനസ്സിലാക്കി പഠിക്കുകയും വേണം. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവും. നിസ്കാരത്തിൽ ചെല്ലുന്ന കാര്യമാണല്ലോ അല്ലേ? 4ാം ക്ലാസ്സിലെത്തിയ നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. മഹിയായ മമാത്തി, എന്താണ്? എൻ്റെ ജീവിതവും മരണവുമല്ല. അപ്പം അതിൻ്റെ ബി. ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹു തആലാക്കാണ്. അപ്പം അതിൻ്റെ ഡി. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. അപ്പൻ്റെ ഈ എഴുതാം. അബിദാലിക ഉമിർത്തു, അബിദാലിക ഉമിർത്തു, അതുകൊണ്ട് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പം ഇതിൻ്റെ സി. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമുകളിൽ പെട്ടവനാണ്. അപ്പം അതിൻ്റെ എ മനസ്സിലാക്കി പഠിക്കട്ടാ. ഇനി നമുക്കിവിടെ നുജിബ് ചോദ്യത്തിന് ഉത്തരം എഴുതണം. റുക്കൂയിലെ ദിക്ർ എഴുതാൻ. അപ്പം അത് പാഠത്തിൽ നോക്കിയിട്ട് റുക്കൂയിലെ ദിക്ർ അതിൽ പറയുന്നുണ്ട്. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, അതവിടെയൊക്കെ എഴുതാം. സുജൂദിലെ ദിക്ർ എന്താണ്? സുജൂദിലെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. എഴുത്തിദാലിലെ ദിക്റ, എഴുത്തിദാലിലെ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി മിൽ അൽ അർളി വമിൽ അമാ ഷിഅത മിൻ ഷൈഇൻ ബഅദ്. അപ്പോൾ അത് പാഠബുക്കിൽ നോക്കിയിട്ട് പാഠത്തിൽ വന്ന ഇതൊക്കെ ഇവിടെ നോക്കിക്കാണ്ട് പകർത്തി അവിടേക്ക് എഴുതി കൊടുക്കുക. ഇനി ഇവിടെ ഓർഡർ തെറ്റിച്ച് തന്നിട്ടുണ്ട്, അത് നമുക്ക് ഓർഡർ ആക്കിയിട്ട് ഇവിടെയൊക്കെ എഴുതണം. എന്താണ്? റബ്ബി ഒഫർലി 1 2, റബ്ബി ഒഫർലി വർഹംനി, വർഹംനി 3, വർഹംനി വജ്ബുർനി 4, വജ്ബുർനി വർഫൈനി, വർഫൈനി 5, വർഫൈനി വർസുക്കിനി 6, വർസുക്കിനി വഹ്ദിനി 7, വാഫിനി 8. റബ്ബി ഉഫിർലി വർഹംനി വജ്ബുർനി വർഫൈനി വർസുക്കിനി വഹ്ദിനി വാഫിനി. അപ്പോൾ ആ രീതിയിൽ ഇവിടെയൊക്കെ താഴോട്ട് നേരാക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇതൊക്കെ എക്സാമിന് വരാം, മനസ്സിലാക്കുക. അടുത്ത നക്തുബുൽ മായന, അർത്ഥം എഴുതണം. എന്താണ്? റബ്ബന, റബ്ബന എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ റബ്ബേ, റബ്ബന ഞങ്ങളുടെ റബ്ബേ. മിൽ അ, മിൽ അ, മിൽ അ എന്ന് പറഞ്ഞാൽ നിറയെ. സമാവാത്ത്, സമാവാത്ത് പറഞ്ഞാൽ ആകാശം, ആകാശങ്ങൾ, സമാവാത്ത്. സുബ്ഹാന, സുബ്ഹാന വാഴ്ത്തുന്നു, സുബ്ഹാന എന്ന് പറഞ്ഞാൽ വാഴ്ത്തുന്നു. അലീം മഹോന്നതനായ, മഹോന്നതനായ. അപ്പോൾ അതൊക്കെ നമ്മൾ അർത്ഥം പറഞ്ഞ സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി ആ ഭാഗത്തുണ്ട്. അക്ഷരങ്ങൾ തെറ്റാതെ വൃത്തിയായിട്ട് എഴുതുക. മഹോന്നതനായ, അലീം എന്ന് പറഞ്ഞാൽ മഹോന്നതനായ. അയല, അയല എന്ന് പറഞ്ഞാൽ പരമോന്നതനായ, അയല പരമോന്നതനായ. വബിഹംദിഹി, വബിഹംദിഹി അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു, വബിഹംദിഹി അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു. വജ്ബുർനി എൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു തരേണമേ, എൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു തരേണമേ. വഓഫിനി എൻ്റെ ആരോഗ്യം നിലനിർത്തേണമേ, വഓഫിനി എൻ്റെ ആരോഗ്യം നിലനിർത്തേണമേ. വർഫൈനി, വർഫൈനി എന്നെ ഉയർന്ന പദവിയിൽ എത്തിക്കണമേ, എന്നെ ഉയർന്ന പദവിയിൽ എത്തിക്കണമേ. അരീബ് ഇനി അറബിയിലേക്കാക്കണം. ഇവിടെ ആരാധനകൾ. വനുസുക്കി, വനുസുക്കി എന്നാണ് ആരാധനകൾ. സർവലോക രക്ഷിതാവ് റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന എൻ്റെ രക്ഷിതാവ് റബ്ബി, എൻ്റെ രക്ഷിതാവ് റബ്ബി.
എൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു തരേണമേ. വജ്ബുർനി വജ്ബുർനി, എന്നെ നേർമാർഗത്തിലാക്കേണമേ. വഹ്ദിനി വഹ്ദിനി വഹ്ദിനി, എന്നെ നേർമാർഗത്തിലേക്ക് ആക്കണമേ. അപ്പോൾ ഇതൊക്കെ വോയിസ് കേട്ടിട്ട് പാഠഭാഗത്തിൽ നോക്കിയിട്ട് നന്നായി മനസ്സിലാക്കി എഴുതുക. അപ്പോൾ എത്രയാണ് 7ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ദിക്റുകൾ മുഴുവനും കാണാതെ പഠിക്കുക, അർത്ഥങ്ങളും മനസ്സിലാക്കി വെക്കുക. മാച്ച് ചെയ്യാനൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ എഴുതണം. എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.